Once again, welcome back to the channel. ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്ലാപ്പ് പുഷപ്പ് അല്ലെങ്കിൽ ഒരു പ്ലയോ പുഷപ്പ് എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പും വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സസൈസിൻ്റെ എന്തൊക്കെ ചെയ്യണം മീൻസ് അതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു എക്സർസൈസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു 10-20 പുഷപ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു എക്സസൈസാണ്. സോ വളരെ എഫക്റ്റീവായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടത്, സിമ്പിൾ സ്റ്റെപ്സ് ആണ്, അതൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ ഷോൾഡറിന് പെയിനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഈ എക്സസൈസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഫുൾ അപ്പർ ബോഡി സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാതിരിക്കുക. സോ ക്ലാപ്പ് പുഷപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻലി ഇതൊരു കാർഡിയോ ഫിറ്റ്നസ് അല്ലെങ്കിൽ അപ്പർ ബോഡി സ്ട്രെങ്തിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസാണിത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതൽ കാലറീസ്, നമ്മുടെ ബോഡിയിലെ കൂടുതൽ ഫാറ്റും അതുപോലെ തന്നെ കാലറീസും ബേൺ ചെയ്യാനാണ് ഈ ഒരു പവർഫുൾ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു പറഞ്ഞ പ്ലയോമെട്രിക് പുഷപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് പുഷപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴും പറയുന്നത് പോലെ ഈ ഒരു എക്സസൈസിനും കാര്യമായ വാമപ്പ് എക്സസൈസുകൾ ആവശ്യമാണ്. അതായത് നമ്മുടെ അപ്പർ ബോഡി ജോയിൻറ്റുകളെല്ലാം ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡേഴ്സും റിസ്റ്റുകളെല്ലാം ഇൻവോൾവ് ആക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള വാമപ്പ് എക്സസൈസുകൾ ഈ ഒരു വർക്കൗട്ടിന് മുന്നേ നിങ്ങളുടെ എക്സസൈസ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പുഷപ്പുകൾ എടുക്കുന്നത് ഈ ഒരു എക്സസൈസ് കുറച്ചുകൂടി ഈസി ആക്കാൻ നിങ്ങളെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. സോ ഈ വാമപ്പ് എക്സസൈസുകളുടെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് നോർമൽ പുഷപ്സ് കൂടി എടുക്കുന്നത് ഈ ഒരു എക്സസൈസ് കുറച്ചുകൂടി എളുപ്പമാക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അതായത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പുഷപ്പുകൾ എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പുഷപ്പിലേക്ക് മാറാൻ ശ്രമിക്കുക. സോ വാമപ്പ് എക്സസൈസുകളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പ്ലയോമെട്രിക് പുഷപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പുഷപ്പ് സ്റ്റാൻസിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ പുഷപ്പിൽ നമ്മുടെ ബോഡി കുറച്ചുകൂടെ സ്പീഡിലാണ് താഴത്തേക്ക് താത്തുക. അതിനുശേഷം നമ്മൾ അതേ സ്പീഡിൽ തന്നെ നമ്മുടെ ബോഡി പൊക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഈ ഒരു പുഷപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സ്പീഡിൽ, അതായത് നോർമൽ പുഷപ്പിൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ താഴുന്നതിന് പകരം ഈ ഒരു പുഷപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കുറച്ചും കൂടെ പതിയെ താഴത്തേക്ക് ലോവർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡി പവർ കംപ്ലീറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ബോഡിയെ നിലത്തുനിന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുക. ആ ഒരു രീതിയിലേക്കാണ് ഈ പറയുന്ന പ്ലയോമെട്രിക് പുഷപ്പ് അല്ലെങ്കിൽ ഈ ക്ലാപ്പ് പുഷപ്പ് നമ്മൾ ചെയ്യുന്നത്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. കാരണം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, ഞാനിവിടെ ചെയ്യുമ്പോൾ തന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ പുഷപ്പ് ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ പവർ നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് കുറച്ചുകൂടി ഇൻവോൾവ് ആക്കിയിട്ട് വേണം ഈ ഒരു പർട്ടിക്കുലർ പ്ലയോമെട്രിക് പുഷപ്പിലേക്ക് കിടക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ പരമാവധി കുറേയധികം പുഷപ്പുകളൊക്കെ എടുക്കുക. അതിനുശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോർമൽ പുഷപ്പ് സ്റ്റാൻസിൽ നിൽക്കുന്നു, നമ്മുടെ ബോഡി സാവധാനം ലോവർ ചെയ്യുന്നു, നമ്മുടെ കൈകളിൽ മുഴുവൻ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ബോഡി പവർ മുഴുവൻ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയെ ലിഫ്റ്റ് ചെയ്യാം മുകളിലേക്ക്. ആ ഒരു കൺസെപ്റ്റാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാം. സോ മെയിൻലി ഈ ഒരു എക്സസൈസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ മസിൽസിനെയും നമ്മുടെ ട്രൈസെപ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ കോർ മസിൽസിനെയാണ്. അപ്പം ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കോർ മസിൽസ് ടൈറ്റ് ആക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോർമൽ പുഷപ്പ് സ്റ്റാൻസിൽ നിൽക്കുന്ന പോലെ നിന്നിട്ട് ഷോൾഡർ വിഡ്ത്ത് എപ്പാർട്ടിൽ നിന്നിട്ട് നോർമലി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ രീതിയിൽ സാവധാനം ബോഡി ലോവർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈയുടെ പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി പുഷ് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഈ കാണിച്ച ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ ബിഗിനേഴ്സിന് പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടൊരു മെത്തേഡ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ നോർമൽ ഗ്രൗണ്ടിന് പകരം നിങ്ങൾ കുറച്ചുകൂടി എലവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ കട്ടിലോ അല്ലെങ്കിൽ സോഫ്റ്റ് സർഫസ് ആയ ബെഡോ അല്ലെങ്കിൽ ആ രീതിയിൽ സോഫയോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് സർഫസ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോർമൽ പുഷപ്പിൽ ചെന്ന് നിൽക്കണ പോലെ തന്നെ അല്ലെങ്കിൽ നോർമൽ പുഷപ്പ് സ്റ്റാൻസിൽ നിൽക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി വളരെ സാവധാനം ലോവർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈയുടെ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി പരമാവധി പുഷ് ചെയ്യുക മുകളിലേക്ക്. ആ ഒരു രീതിയിലാണ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പ്ലയോമെട്രിക് പുഷപ്പ് ചെയ്യാനുള്ള ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എത്താം. ഈ സോഫ്റ്റ് സർഫസസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കട്ടിലോ അല്ലെങ്കിൽ സോഫയോ ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് നിങ്ങളുടെ ബോഡി മേളിലേക്ക് ഉയർത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ലാൻഡിങ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് അതൊരു ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ലാൻഡിങ് നമ്മുടെ മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മുഖത്തിനോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുപോലുള്ള ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും എലവേറ്റഡ് സർഫസ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സോഫ്റ്റ് സർഫസസ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കണക്ക് ഏതെങ്കിലും ഒരു തറയിലാണോ അല്ലെങ്കിൽ ഒരു ഫ്ലോറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ
താടിക്ക് താഴെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പർ ബോഡിക്ക് താഴെയായിട്ട് പില്ലോസോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. കാരണം നമ്മൾ ഇൻ കേസ് നമ്മുടെ ലാൻഡിങ് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബോഡിക്ക് ഇഞ്ചുറീസ് അല്ല ഒരു രീതിയിലുള്ള ഇഞ്ചുറീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു രീതി ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നത്. സോ ഈ ക്ലാപ്പ് പുഷപ്പ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു എലവേറ്റഡ് സർഫസ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ കട്ടിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു സോഫ്റ്റ് സർഫസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം. കാരണം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്, ഇഞ്ചുറീസ് ഒന്നും വരാതെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ സോഫ്റ്റ് സർഫസ് ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പില്ലോയോ നിങ്ങളുടെ നെക്കിന് താഴെ ഒരു പില്ലോ വല്ലതും വെക്കുക. ഇൻ കേസ് നമ്മുടെ ലാൻഡിങ് പാളിയായാലും നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ നോർമലി നമ്മൾ പുഷപ്പ് സ്റ്റാൻസിൽ നിൽക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി സാവധാനം ലോവർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ മുഴുവൻ പവർ യൂസ് ചെയ്ത് നമ്മുടെ ബോഡി പുഷ് ചെയ്യുക. കോർ ടൈറ്റാക്കി വെച്ചിട്ട് വേണം ഈ പറഞ്ഞ എക്സസൈസ് തുടങ്ങാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ സാവധാനം പുഷ് ചെയ്യുക. ഈ ഒരു രീതി ഫോളോ ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി നമുക്ക് ആ ക്ലാപ്പിലേക്ക് എത്താവുന്നതാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാകും. കാരണം നോർമലി നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ ഫ്ലോറിൽ നിന്ന് എടുക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ഒരിക്കലും ഫ്ലോറിൽ നിന്ന് മേളിലോട്ട് മാറാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു എയറിൽ നിൽക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ നോർമലി നമ്മുടെ ആ കൈകൾ മേളിലേക്ക് ഉയർത്തുന്ന ആ ഒരു കൺസെപ്റ്റ് വരെ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പുഷപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസിലേക്ക് നമ്മുടെ ആ ക്ലാപ്പ് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപേ എടുത്തപോലെ തന്നെ ആ എലവേറ്റഡ് സർഫസിൽ തന്നെ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ഫ്ലോറിൽ നിന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ആ പുഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോർമലി അതായത് ആ ക്ലാപ്പിൻ്റെ ആ ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ കുറച്ചുകൂടി എയർ ടൈം നിങ്ങൾക്ക് കിട്ടും. അതായത് കൂടുതൽ എഫേർട്ട് എടുത്ത് നിങ്ങൾ ബോഡി നിലത്തുനിന്ന് പുഷ് ചെയ്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എയർ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാപ്പ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. സോ ഗ്രാജുവലി ആ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പയ്യെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഈ ഒരു രീതിയിൽ ക്ലാപ്പ് ചെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഈ ക്ലാപ്പ് പുഷപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മോഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരെ ഒരു ക്ലാപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് അതായത് നോക്കൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷനിൽ തന്നെ പരമാവധി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അറ്റ് എ ടൈമിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ക്ലാപ്പ് പുഷപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എലവേറ്റഡ് സർഫസ് തന്നെ കുറച്ച് നേരം കൂടെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത്തരത്തിലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ ഈ ഒരു രീതി ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറിലേക്ക് മാറുക. ഇൻ കേസ് നിങ്ങൾക്ക് താഴെ വീണാൽ അല്ലെങ്കിൽ താടി നിലത്തിടിക്കാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ കൈകൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പില്ലോ നിങ്ങളുടെ ആ ഫ്ലോറിന് താഴെ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ താടിയുടെ താഴെയോ അല്ലെങ്കിൽ അപ്പർ ബോഡിയുടെ താഴെയൊക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റെപ്പുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലാപ്പ് പുഷപ്പ് പ്ലൈമെട്രിക് പുഷപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പരമാവധി ഞാൻ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക, വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യാം. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഈ ക്ലാപ്പ് പുഷപ്പ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ക്ലിയർ ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ഞാൻ ഓരോന്നും പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതൊരു പവർഫുൾ എക്സസൈസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പർ ബോഡിയിലെ എല്ലാ ജോയിൻസും തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സോ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെ ഈ എക്സസൈസ് ഫോളോ ചെയ്യുക. കാരണം കൂടുതൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഈ ഒരു എക്സസൈസിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബോഡി പെയിൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ പരമാവധി ഒരു 5 പുഷപ്സ് അല്ലെങ്കിൽ ഒരു 5 ക്ലാപ്പ് പുഷപ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലൊരു എക്സസൈസ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം മാത്രം അടുത്ത സെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്.